മഹത്വവും തേജസ്സും നിറഞ്ഞു നിൽക്കുന്ന ഈ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങെന്നെന്നും മഹത്വപ്പെടുകയും അത്യധികം പുകഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. കെരൂബുകളുടെ മേലിരുന്ന് അഗാധങ്ങളെ വീക്ഷിക്കുന്ന അങ്ങ് എന്നും എന്നേക്കും മഹത്വപ്പെടുകയും അത്യധികം പുകഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ പേര് ആൻസി. 2016 മുതൽ ഞാനും എൻ്റെ ഹസ്ബൻഡും 2 കുട്ടികളും ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. ഈ മാസം 6-ാം തീയതി ഞാൻ ഇവിടെ വരികയും തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനു മുന്നേ 2018-19 കാലഘട്ടത്തിലാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത്. 2021-22 കാലഘട്ടത്തിൽ വലിയൊരു ബോധ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. ഈ കൃപാസനം എന്ന മഹാസർവകലാശാലയിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിത്യത എന്ന വലിയ സമ്മാനത്തിന് നമ്മൾ അർഹരാകും എന്ന ഒരു വലിയ ബോധ്യം എനിക്ക് ലഭിച്ചു. 2022 കാലഘട്ടത്തിൽ ഈ ബോധ്യം ലഭിച്ചപ്പോൾ വലിയ ഫീൽഡ് വർക്കുകൾ നമുക്ക് ചെയ്യേണ്ടി വരുമെന്നും മനസ്സിലായി. മത്തായി 25:35-36 തിരുവചനത്തിൽ പറയുന്നത് പോലെ ഫീൽഡ് വർക്ക് ചെയ്താൽ മാത്രമേ വലിയ പ്രോജക്റ്റായ നിത്യതയിലേക്കുള്ള സമ്മാനവും അതുവഴി ഒരു ഗ്രാജുവേഷൻ സെറിമണി സ്വർഗീയ ജെറൂസലേമിൽ നമുക്ക് ലഭിക്കും എന്ന ഒരു വലിയ ബോധ്യവും കാഴ്ചപ്പാടും എനിക്ക് ലഭിച്ചു. ഇനി എനിക്ക് ലഭിച്ച നിയോഗങ്ങളുടെ ഓൺലൈൻ ഉടമ്പടി വഴി പ്രാർത്ഥിച്ചതിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യമായി പറയുകയാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു, വളരെ ചുരുക്കി പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഏറ്റവും ഈ 4-5 വർഷത്തിനുള്ളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 45 വയസ്സിന് ശേഷം ഓസ്ട്രേലിയയിൽ ഒരു വിസ ലഭിക്കുക, പെർമനൻറ്റ് റെസിഡൻസിക്കുള്ള വിസ ലഭിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന ആ വലിയ പ്രാർത്ഥനയുടെ ഫലമായി 48 വയസ്സുള്ള എനിക്ക് ഓസ്ട്രേലിയൻ വിസ ലഭിച്ചു. എനിക്കും എൻ്റെ എൻ്റെ ഇളയ മകനും എൻ്റെ ഹസ്ബൻഡിനും ഓസ്ട്രേലിയൻ വിസ ലഭിച്ചു. എൻ്റെ മൂത്ത മകൻ ഇപ്പോഴും സ്റ്റിൽ വെയിറ്റിങ്ങിലാണ്. അമ്മ മാതാവ് അതിനും സഹായിക്കും എന്നെനിക്ക് ഉറപ്പായും വിശ്വാസമുണ്ട്. അതിൽ ഞാൻ ബഹുമാനപ്പെട്ട ജോസപ്പച്ചൻ പറയുന്നത് പോലെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ അതിന് ചെയ്തിട്ടുണ്ട്. 4:30 മണിക്ക് എഴുന്നേറ്റ് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജപമാല 4 സമ്പൂർണ്ണ ജപമാലയും ചൊല്ലിക്കഴിഞ്ഞ് ദുഃഖത്തിൻ്റെ രഹസ്യം ചൊല്ലുമ്പോൾ ഞാൻ മുട്ടുമേൽ നിൽക്കുമ്പോൾ ചെറിയ കല്ലുകൾ വിരിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. മറ്റാർക്കും അത് അറിയുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് എൻ്റെ മകനൊക്കെ കണ്ടപ്പോൾ എന്നെ കളിയാക്കി ചിരിച്ചിട്ടുണ്ട്. മുട്ടുമേ നിന്ന് കല്ല് വിരിച്ച് മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ച് സമ്പൂർണ്ണ ജപമാല ചൊല്ലി മാസങ്ങളോളം വിശുദ്ധ കുർബാനയിൽ ഡെയിലി, തിങ്കളാഴ്ച അവിടെ കുർബാനയില്ല, ബാക്കി എല്ലാ ദിവസങ്ങളിലും കുർബാനയിൽ, ഓസ്ട്രേലിയ എന്ന രാജ്യത്തിൽ ഡെയിലി കുർബാനയ്ക്ക് പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. കാരണം ഞങ്ങളുടെ ഡ്യൂട്ടി സമയമൊക്കെ അങ്ങനെയാണ്. അപ്പോഴും വളരെ തണുപ്പുള്ള സമയത്തും ഞാൻ അതിരാവിലെ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ 48-ാം വയസ്സിൽ എനിക്ക് വിസ ലഭിച്ചത്. അത് വളരെയേറെ പേർക്ക് കൃപാസന മാതാവിനോടുള്ള ഭക്തിയും വിശ്വാസവും വർദ്ധിക്കാൻ എൻ്റെ ചുറ്റുപാടുമുള്ള വളരെയേറെ പേർക്കും അത് പ്രചോദനമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് വിസ ലഭിച്ചു. അത് 1-ാമത്തെ സാക്ഷ്യം. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അടുത്തത് എനിക്ക് ലഭിച്ച ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് അതിശക്തമായ തലവേദനയും പല്ലുവേദനയും ഒരുമിച്ചുണ്ടാകുമായിരുന്നു. അതെല്ലാ ദിവസവും വൈകിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ശക്തമായ തലവേദന എന്ന് പറഞ്ഞാൽ തല കുനിക്കാനോ ഒന്നും പറ്റില്ല. അത് പല്ലിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വശത്ത്, വലതുവശത്ത് മാത്രമായി ഈ അതിശക്തമായ വേദന ഉണ്ടാകുമായിരുന്നു. ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണിത് മാറിപ്പോകുന്നതെന്ന് അവിടെയൊന്നും ഡോക്ടേഴ്സിനെ അത്ര പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഇതൊന്നും ഒരു ചെറിയ കാര്യമാണ് അവർക്ക്. അപ്പോൾ അത്ര പെട്ടെന്ന് ഡോക്ടേഴ്സിൻ്റെ ഒന്നും അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല. ഞാനപ്പോൾ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചിരുന്നു. ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ പറ്റും എന്ന്. ഇത് ഞാൻ ആദ്യമായിട്ടാണ്, ഞങ്ങൾ കുടുംബമായിട്ട് 8 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്.
അപ്പോൾ ഒരു പ്രാവശ്യം എനിക്കിങ്ങോട്ട് വരാൻ സാധിക്കുമെന്ന് വിചാരിച്ച് ഞാൻ സാക്ഷ്യം എഴുതി. അത് എൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട്, പേപ്പറിലുണ്ട്. സാക്ഷ്യം എഴുതി പേന മടക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നമ്മൾ മേളിലോട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു, ഇങ്ങനെ നമ്മൾ മൂക്ക് ക്ലിയർ ചെയ്യുമല്ലോ, അങ്ങനെ ഞാനൊന്ന് വലിച്ചപ്പോൾ ഒരു കാപ്പിക്കുരുവിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു സ്റ്റഫ് എൻ്റെ മൂക്കിൽ നിന്ന് വായിലേക്ക് വന്നു. അത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ മോനോട് വിളിച്ചു പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് അത് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. അന്ന് മുതൽ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, മാതാവേ അതിനകത്ത് വേറൊന്നും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ആ നിമിഷം മുതൽ എൻ്റെ അതിശക്തമായ പല്ലുവേദനയും തലവേദനയും മാറിപ്പോയി. പല്ലിനെനിക്കിപ്പോഴും എന്താ പറയുക, പല്ലിനെന്തോ പ്രശ്നമുണ്ട്, വേദനയില്ല. പല്ലിന് ഡോക്ടറിനെ കാണിക്കേണ്ടി വരും മിക്കവാറും, പക്ഷേ പല്ലിന് ഒരു വേദനയുമില്ല, തലവേദനയുമില്ല. ആ പല്ലുവേദനയെ തുടർന്നാണ് തലവേദന ഉണ്ടായെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇത് എന്തോ ഒരു സ്റ്റഫ് മുകളിൽ എവിടെയോ സ്റ്റക്കായി നിന്നതാണ്. ഞാനിങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വരുമോ, മൂത്രത്തിൽ കല്ലുള്ളവർക്കൊക്കെ ഇങ്ങനെ കല്ല് തെറിച്ചു പോയി എന്നൊക്കെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാനും ചെറിയ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ സത്യമാണോ എന്ന്. അപ്പോൾ ഈ മൂക്കിൽ നിന്ന് ഈ ഒരു സ്റ്റഫ് പോയതോടുകൂടി എനിക്ക് സൗഖ്യം ലഭിച്ചു. എൻ്റെ ഈ 48-ാം വയസ്സിൽ പുതിയ വിസയുടെ ഭാഗമായിട്ട് PTE അല്ലെങ്കിൽ IELTS എഴുതേണ്ട കാര്യമുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു PTE പരീക്ഷയ്ക്കൊക്കെ സ്കോർ വാങ്ങിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഡ്യൂട്ടി സമയം അങ്ങനെയാണ്. ചിലപ്പോൾ രാത്രി 11 മണിക്കൊക്കെയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുന്നത്, 12 മണിക്കായിരിക്കും കിടക്കുന്നത്, രാവിലെ 5:30 പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ വളരെ കുറച്ച് സമയമുള്ളൂ. അതിനിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ദുഷ്കരമായ കാര്യമാണ്. എന്നാലും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണേ എന്ന് എല്ലാ പേപ്പറിൻ്റെയും മുകളിൽ ഞാൻ എഴുതി വയ്ക്കുമായിരുന്നു. PTEയുടെ പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം മോക്ക് ടെസ്റ്റിന് പോയപ്പോഴത്തേക്കും എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് എൻ്റെ ഫീഡ്ബാക്ക് തന്നപ്പോൾ ഇൻസ്ട്രക്ടർ എന്നോട് പറഞ്ഞത് ഇന്ന് ഇതുവരെ കേട്ടതിൽ ഏറ്റവും നല്ല സ്പീക്കിംഗ് ആണ്. അപ്പോൾ സാർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാനാണ് നിങ്ങൾക്ക് മാർക്കിടുന്നതെങ്കിൽ 8 സ്കോർ തരുമെന്ന്. പിറ്റേ ദിവസം ഞാൻ പരീക്ഷ എഴുതി അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് പോയി. അപ്പോൾ അവിടെ എനിക്ക് ലഭിച്ചത് ഓവറോൾ 7 സ്കോറാണ്. എൻ്റെ വിസയ്ക്ക് ശരിക്കും 6 മാർക്ക് മതി, 6 സ്കോർ മതി. പക്ഷേ എനിക്ക് ഓവറോൾ 8 സ്കോറാണ് ലഭിച്ചത്. അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ എപ്പോഴും സാക്ഷ്യങ്ങളാണ്, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും എവിടെ പോയാലും സാക്ഷ്യങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ഹസ്ബൻഡ് പോലും പറയുമായിരുന്നു കുറച്ച് നേരം പഠിച്ചൂടെ, ഇംഗ്ലീഷ് പഠിച്ചൂടെ എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷേ സാക്ഷ്യങ്ങളാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. പ്രാക്ടീസ് ചെയ്യാൻ വളരെ കുറച്ച് സമയമുണ്ടായിരുന്നുള്ളൂ. അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ എനിക്ക് PTക്ക് നല്ല സ്കോർ ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോൾ പണ്ടൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പ്രാർത്ഥിക്കാമെന്ന് പറയും, പക്ഷേ അത് മറന്നു പോകും. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചൊല്ലുന്ന സമയത്ത് എല്ലാവരുടെയും പേരുകൾ പറഞ്ഞ്, എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വളരെ നീണ്ടു പോകാറുണ്ട്. കാരണം ഈ പറയുന്ന എല്ലാവരുടെയും പേരുകൾ പറഞ്ഞു വേണം പ്രാർത്ഥന മുഴുമിപ്പിക്കാൻ. അപ്പോൾ അങ്ങനെയും പ്രാർത്ഥനയിൽ പിന്നെ എനിക്ക് ലഭിച്ചത് വചനാഭിഷേകമാണ്. വചനം എന്ന് പറയുന്നത് എനിക്ക് പണ്ടൊക്കെ ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായി ജീവിച്ചു, ദൈവത്തെ ഭയമുണ്ടായിരുന്നു, ഒരു സീറോ മലബാർ സഭയിൽ ജനിച്ചു വളർന്നു. അച്ചാച്ചനൊക്കെ പറയുന്നത് കൊണ്ട് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആഴത്തിലുള്ളൊരു ബൈബിൾ വായന എൻ്റെ ജീവിതത്തിൽ വന്നത് ഈ കാലയളവിലാണ്, ഉടമ്പടിയിലാണ്. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ സ്വപ്നങ്ങളൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. എനിക്ക് അടയാളങ്ങൾ ലഭിച്ചത് ബൈബിൾ വചനത്തിലൂടെയാണ്. എപ്പോൾ എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ബൈബിൾ തുറന്നു നോക്കിയാൽ ആ തക്ക സമയത്ത് എനിക്ക് അതിൻ്റെ മറുപടി ലഭിക്കും. അത്രയും ആഴപ്പെടാൻ ബൈബിളിലൂടെ എനിക്ക് ഉത്തരം ലഭിക്കാൻ എന്നെ സജ്ജമാക്കിയത് കൃപാസനം തന്നെയാണ്. കൃപാസനത്തിൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമാണ്. വചനം എനിക്കിപ്പോൾ വളരെ വചനം വായിച്ചു കഴിയുമ്പോൾ വചനഭാഗത്ത് നിന്ന് ഗാനങ്ങൾ എഴുതാൻ എനിക്ക് വളരെയേറെ ഒരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ അച്ചാച്ചൻ പാട്ട് എഴുതുമായിരുന്നു. അത് കണ്ടുകൊണ്ട് പണ്ട് സ്കൂളിൽ നിന്ന്
സൺഡേ സ്കൂളിൽ നിന്ന് ഗാനരചനയ്ക്ക് എന്നെ പറഞ്ഞു വിടും. പക്ഷേ അന്നൊന്നും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പം ഗാനങ്ങൾ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും ഗാനങ്ങൾ എഴുതാനും അത് ട്യൂൺ ചെയ്യാനും ഒക്കെ അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ, ഇനിയും പറഞ്ഞാൽ തീരാത്ത അനുഗ്രഹങ്ങൾ ദിവസം പ്രതി എനിക്ക് അമ്മ മാതാവും ഈശോയും തന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും അനുഗ്രഹങ്ങൾ ലഭിക്കാനുമുണ്ട്. എല്ലാം അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, നമുക്ക് അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആരെയും പോയി അനുവാദമില്ലാതെ കാണാനൊന്നും പറ്റില്ല. നമുക്ക് വരുന്ന ഇതിനിടയ്ക്ക് പറയാൻ ഒരു കാര്യം വിട്ടുപോയി. എൻ്റെ ജോലി സ്ഥലത്ത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഒരു വലിയ സംഭവം നടന്നു. അതായത് ഞാൻ മെഡിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ മെഡിക്കേഷൻ ഒരു കപ്പിലിട്ടിട്ട് പേരെഴുതി വേറൊരു സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ആ ലേഡി എഴുന്നേൽക്കുമ്പോൾ മെഡിക്കേഷൻ കൊടുക്കണം. അങ്ങനെയാണ് സാധാരണ RNs എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതി കൊടുത്തിട്ട് പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ ചോദിച്ചു, മരുന്ന് കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ആ സ്റ്റാഫ് എന്നോട് പറഞ്ഞത് കൊടുത്തു. നോക്കിയപ്പോൾ വേറൊരു പേഷ്യൻറ്റിന് മരുന്ന് അവർ മാറിക്കൊടുത്തു. ആ കൊടുത്ത ആൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കാരണം ഞാനാണ് മരുന്ന് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ അങ്ങനെ എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു സ്റ്റാഫിനെ ഞാൻ മരുന്ന് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ട് പോയി, കൊടുത്തത് മറ്റൊരാൾക്കും. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. മാത്രമല്ല ആ പേഷ്യൻ്റ് ഒരു പ്രത്യേക ട്രൈബിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം അവിടെ ഉണ്ടാകും. എനിക്ക് ഒരുപക്ഷെ എൻ്റെ ജോലി നഷ്ടപ്പെടാം, വലിയ കാര്യങ്ങൾ എനിക്ക് നേരിടേണ്ടതായിട്ട് വന്നേക്കാം. ഞാൻ ഓടി സ്റ്റാഫ് റൂമിൽ പോയി മുട്ടുമേൽ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, മാതാവേ, ഒരു കാരണവശാലും ആ പേഷ്യൻറ്റിന് യാതൊരു ഓവർഡോസ് ലഭിച്ച പേഷ്യൻറ്റിന് യാതൊരു കുഴപ്പവും ഉണ്ടാകാതെ അമ്മ മാതാവ് കാത്തുകൊള്ളണേന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. എന്നിട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സിനെ വിളിച്ചു വരുത്തും, ബാക്കി മെഡിക്കൽ ബോർഡിലെ എല്ലാവരെയും വിളിക്കും, ഫാമിലിയെ വിളിച്ചു പറയണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഫാമിലി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമുണ്ടാക്കും. പക്ഷേ വളരെ കൂളായിട്ട് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ഞാനും അടുത്ത് നിൽപ്പുണ്ട്, RN ഫോൺ ചെയ്യുമ്പോൾ ഞാനും അടുത്ത് നിൽപ്പുണ്ട്. വളരെ കൂളായിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, നോക്കിയാൽ മതി, മോണിറ്റർ ചെയ്താൽ മതി, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഓവർനൈറ്റ് ആ പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്തു. പിറ്റേ ദിവസം ചെന്നപ്പോൾ ഒരു കുഴപ്പവുമില്ലായിരുന്നു, യാതൊരു കുഴപ്പവുമില്ല. അവർ സുഖമായി ഉറങ്ങി, വേറെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മ മാതാവ് അവിടെ ഇടപെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇനി ഞാൻ അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ എനിക്ക് പത്രം കൊടുക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും സാധിക്കില്ല. പക്ഷേ ഞാൻ ചെയ്യുന്നത് ബൈബിൾ വായിക്കാനായിട്ട് അവിടെയുള്ള കുഞ്ഞുമക്കൾക്ക്, 1ാം ക്ലാസ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് ബൈബിൾ വായിക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു. 31 കുഞ്ഞുങ്ങൾ ആ ഗ്രൂപ്പിലുണ്ട്. അവരെല്ലാ ദിവസവും രാവിലെ, ഇന്ന് 293ാമത്തെ ദിവസമാണ്, എല്ലാ ദിവസവും അവർ ബൈബിൾ വായിച്ച് ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ആ 31 കുട്ടികളുള്ള ആ ഗ്രൂപ്പിൽ ഒരു 10 പേര് മുഴുവൻ ബൈബിൾ വായിച്ചാലും എനിക്ക് സന്തോഷമായി. കാരണം ഈശോയെ പറ്റി കൂടുതൽ പഠിക്കാനോ മറ്റു കാര്യങ്ങൾ ഏർപ്പെടാനോ അവിടെയൊന്നും ഞങ്ങൾക്ക് സൗകര്യമില്ല. പക്ഷേ നമ്മളിങ്ങനെയുള്ള ചെറിയ എഫേർട്ട് ഇടുമ്പോൾ നമ്മുടെ മക്കൾക്ക് അതിൽ ഒരാളെങ്കിലും ബൈബിൾ പൂർണ്ണമായി വായിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ കാണുന്നു. ആ കുട്ടികളെയും 31 മക്കളെയും അവരുടെ മാതാപിതാക്കളെയും എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ രാവിലെ ഞാൻ ഓർക്കുകയും ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാറുമുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് ഇവിടെ എൻ്റെ പഴയ സ്കൂളിൽ, ഞാനിവിടെ ആലപ്പുഴ രൂപതയിലെ സ്കൂൾ ടീച്ചറായിരുന്നു പണ്ട്. അപ്പോൾ ഒരു സ്കൂളിലെ ടീച്ചറിനെ, എൻ്റെ ഫ്രണ്ട് ലിസി ടീച്ചർ വഴി ഒരു കുട്ടിയുടെ വീട്ടിലെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തിട്ട് അവിടുത്തെ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ പേഷ്യൻ്റാണ്, അവർക്ക് ഞാൻ സ്ഥിരമായി സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ മറ്റ് കുറേ ക്യാൻസർ പേഷ്യൻസിനെ ഞാൻ സഹായിക്കാറുണ്ട്. ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല. കുറേ ക്യാൻസർ പേഷ്യൻസിനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. ഇപ്പോഴും ഞങ്ങൾക്കും ബാധ്യതകളും കാര്യങ്ങളൊക്കെ, ഓസ്ട്രേലിയയിലാണെന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും വലിയ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന്. എല്ലാവരുടെയും ജീവിതം ഇവിടുത്തെ പോലെ തന്നെയാണ് അവിടെയും. ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കുകയും ചെയ്യുന്നു. കുടുംബത്തിലുള്ള മറ്റ് സുഖമില്ലാത്ത ആളുകളെയും ഒക്കെ സഹായിക്കുകയും ചെയ്യുന്നതോടൊപ്പം അച്ഛൻ പറയുന്നത് പോലെ അത് നമ്മുടെ കടമയാണ്. ബന്ധുക്കൾക്ക് കൊടുക്കുന്നത് നമ്മുടെ കടമയാണ്. പുറത്ത് കൊടുക്കുമ്പോഴാണ് അത് ദൈവത്തിന് ഇഷ്ടമാകുന്നത്. മത്തായി 25, 35, 36 തിരുവചനം പറയുന്നത് പോലെ തന്നെ
പ്രവർത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ യെശയ്യാ 54 10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ എൻ്റെ ദൈവം എന്നോട് എപ്പോഴും സ്നേഹത്തോടെ പറയുന്നതാണ്. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരുകയില്ല. പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ, ഇന്ദ്രനീലം കൊണ്ടടിസ്ഥാനമിട്ട് അഞ്ജന കല്ലുകൊണ്ടു നിന്നെ ഞാൻ നിർമ്മിക്കും. ഈ വചനം എനിക്കെപ്പോഴും ഈശോ തരുന്ന ഒരു വലിയ സാന്ത്വനമാണ്. നമ്മൾ എത്ര വിഷമിച്ചാലും നിന്നെ പടുത്തുയർത്തുന്നൊരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. കൃപാസനത്തിൽ കാലുകുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും വിഷമിക്കേണ്ടി വരില്ല. ഇവിടെ ഓൺലൈനിലൂടെ കാണുന്നതല്ലാതെ ഈ തിരുസന്നിധിയിലൊന്ന് വരാൻ ഒരുപാട് സ്വപ്നം കണ്ട് ഇവിടം വരെ എന്നെ എത്തിച്ച ഒരു സാധ്യതയുമില്ലാത്ത, വിസയ്ക്ക് അപ്രൂവ് ആകാൻ ഒരു 45 വയസ്സിന് ശേഷം വിസ അപ്രൂവ് ആകാൻ ഒരു സാധ്യതയുമില്ലാത്ത എന്നെ, എൻ്റെ കുടുംബത്തിനെയും ഇതുവരെ ഉയർത്തിയ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. സ്നേഹം നിറഞ്ഞവരെ, 60-ാം സങ്കീർത്തനം തോൽപ്പിക്കപ്പെട്ടവൻ്റെ വിലാപമാണ്. അതിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു: ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത്തു കൈയാൽ ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങയുടെ പ്രിയജനം മോചിതരാവട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ആൻസി എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായിട്ട് ഈ സഹോദരി പറയുകയാണ്: എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പോരായ്മകളിലും പ്രതിസന്ധികളിലും ദൈവമായ കർത്താവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉടമ്പടി പ്രാർത്ഥന വഴിയായിട്ട് ഇടപെടുകയും ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുവെന്ന്. ഈ സഹോദരി തൻ്റെ വിദേശത്തേക്കുള്ള വിസയുടെ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ തൻ്റെ ജോലിയിൽ നേരിട്ട പ്രതിസന്ധികളും അതുപോലെ തൻ്റെ പരീക്ഷയിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടതും ആരോഗ്യകരമായിട്ടുള്ള മേഖലയിൽ പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യമുണ്ടായതും സൗഖ്യത്തിൻ്റെ വരം നൽകി അനുഗ്രഹിച്ചതും ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയണം എത്രത്തോളം ശ്രദ്ധേയമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും അത് പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് പരിശ്രമിക്കുകയും കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ വചനം പങ്കുവയ്ക്കുവാനായിട്ടും വചനം അറിയിക്കുവാനായിട്ടും ഈ സഹോദരി എടുക്കുന്ന ത്യാഗമനോഭാവം, അതുപോലെ തന്നെ തൻ്റെ ജീവിതം വഴിയായിട്ട് ആവശ്യമുള്ളവർക്ക് പ്രാർത്ഥനയും ധനസഹായം ആവശ്യമുള്ളവർക്ക് ധനമായുമൊക്കെ കടന്നു ചെല്ലുവാനായിട്ട് ഉടമ്പടിയുടെ ആ ഒരു ആത്മീയതയിൽ ഈ സഹോദരി പരിശ്രമിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നിറസാന്നിധ്യമായിട്ട് കരുതലായിട്ട് കാവലായിട്ട് ഈ സഹോദരിയുടെ കൂടെ ഉണ്ട് എന്ന് ഈ സഹോദരി ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്താം. ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.